ഞാൻ കാണുന്നത് നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് റീഡിങ്ങിൽ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് മെസ്സേജാണ് വരണത്. എന്താച്ചാ ഞാൻ ചില ബ്ലോഗ്സ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ചില ബ്ലോഗ്സ് ഉണ്ട്. പക്ഷേ അതല്ലാണ്ട് ഇവിടെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജും വരുന്നുണ്ട്. ആൻഡ് അത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഈ റീഡിങ്ങിനെ തുടക്കം തൊട്ടിട്ട് എൻഡ് വരെ നോക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് വരണത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഇപ്പോൾ എരീസ് എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് മെസ്സേജ് വരണതെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് എരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പം ഞാൻ ഇവിടെ കാണുന്നത് ഏരീസ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ 9 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരു പേടിയുണ്ട് ഈ സിറ്റുവേഷനിൽ. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കാണുന്നത് ഒരു മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു പേടി, ഒരു എന്തോ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണില്ല. എന്തോ ഒരു ഹെസിറ്റൻസി, ഒരു ബ്ലോക്ക് കാണാണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ രണ്ടാളും ഒരു ബ്രേക്കായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ കുറേ സമയമായിട്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല, ഒരു നോ കോണ്ടാക്റ്റ് മാതിരി ആവാം. അതല്ല വെച്ചാൽ കുറേ കുറവാണ്, പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഒരു കോണ്ടാക്റ്റ് അത്ര ഇല്ല. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ നോക്കണു സ്ലോലി. നിങ്ങളുടെ എനർജിയിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി മുമ്പോട്ടേക്ക് പോകണത് കുറേ സ്ലോ ആണ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി കാണുമ്പോൾ അവരുടെ എനർജിയിലും ചില അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണാണ്ട്, സ്റ്റെബിലിറ്റി ഇല്ല. അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ സമയമാണ്. അവരുടെ എനർജിയിൽ ഞാൻ എന്തോ ഒരു പ്രഗ്നൻസിയും കാണുന്നുണ്ട്. ഇല്ല വെച്ചാൽ അവരുടെ കുട്ടികളുണ്ട് വെച്ചാൽ അവർ എവിടെയോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ നോക്കുകയാണ്. അവരുടെ കുട്ടികൾ ആരും ഇല്ല വെച്ചാൽ ഞാൻ കാണുന്നത് അവരുടെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ എവിടെയോ അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ, പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. കുറേ പാഷൻ കാണാണ്ട്, ഒരു സെലിബ്രേഷൻ, ഒരു റിലേഷൻഷിപ്പ്, ഒരു പുതിയ തുടക്കം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താണ് ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റ് ആയി പോയി. എന്താണ് ഇവിടെ ഒരു പേടി ഉള്ളത്? ടെമ്പറൻസ്, ബാലൻസ്, എംപ്രറും ക്വീൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ മേ ബി ഡിവോഴ്സ്ഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് വന്നിരിക്കണു. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചൊരു പേടി വന്നിരിക്കണു. ഇത് ശരിയാവോ അറിയില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്? അവരുടെ കറണ്ട് ഫീലിങ്സ് സ്റ്റാറാണ്. അപ്പോൾ അവർ ആക്ച്വലി പ്രേ ചെയ്യാണ്. ഇപ്പോൾ എല്ലാം ശരിയാവണം എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഹോപ്പുണ്ട്, കാര്യങ്ങൾ ശരിയാവും എന്ന് അവർക്ക് അറിയും. പറഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ട് എല്ലാം ശരിയാവും എന്ന്. പക്ഷേ ഇവിടെ എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട്. അവർക്ക് ഒരു ഒബ്സഷൻ മാതിരി ആയിരിക്കാം. അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല, കുറേ മിസ് ചെയ്യണു. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് അവർക്ക് വേണ്ടിയിട്ട് ടവർ. എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായത് കുറേ ഷോക്കിംഗ് ആയിരുന്നു നിങ്ങൾക്ക്. ചില കാര്യങ്ങൾ പുറത്ത് വന്നപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്. അപ്പോൾ അതുകൊണ്ട്
ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായി. അപ്പോൾ ഇവർ മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ പാസ്റ്റിനെ കുറിച്ച്. അതല്ല എന്തോ അവർ മറച്ചു വെച്ചിട്ട് ആ കാര്യം പുറത്തു വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു ഷോക്കിംഗ് ഞാൻ കാണുന്നത്, ഒരു ചേഞ്ച് വന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? അവരുടെ ഇൻറ്റൻഷൻ ഇവിടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാമെന്നാണ്. ലോങ് ടേം ഫ്യൂച്ചറാണ് അവർക്ക് വേണ്ടത്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി കുറേ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, കുറേ ലവ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല ഇവിടെ ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അവർക്ക് കിട്ടില്ല വെച്ചാൽ ചിലപ്പോൾ അവർ ഈ സിറ്റുവേഷനെ വിട്ടുപോകും. അവരിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, ഷുവർ അല്ല ഈ സിറ്റുവേഷൻ ശരിയാവോ ഇല്ലേന്ന്. നിങ്ങളുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്കൊരു സ്റ്റേബിൾ തുടക്കം വേണം എന്നുണ്ട്. റൊമാൻറ്റിക് മെസ്സേജ് നിങ്ങൾ അയക്കാൻ നോക്കുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട് പാസ്റ്റിൻ്റെ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ കൺവിൻസിപ്പിക്കണം എന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ കാണുന്നത് ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഹൈറോഫാണ്ട്. അപ്പോൾ ഇവർ റെഡിയാണ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അവർ ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണ്. നിങ്ങളുടെ എനർജിയിലെ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്കും ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. 8 ഓഫ് വോൺസ് ഇവിടെ മുമ്പോട്ടേക്ക് പോകണ എനർജിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. എവിടെയോ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. എന്താണ് ഈ ബ്ലോക്ക്? മേ ബി നിങ്ങൾക്കൊരു പേടിയാണ്, കമ്മിറ്റ് ചെയ്താൽ പിന്നെ പിമ്പാത്തിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫീലിംഗ്. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവാം, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കാൻ നോക്കണോ എന്താ വേണ്ടതെന്ന്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ആവുമ്പോഴേക്കും എവിടെയോ നിങ്ങൾ ആദ്യം നല്ലപോലെ ആലോചിച്ചിട്ട് മതി, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് എക്സാക്ട്ലി പ്രശ്നം? നിങ്ങൾ തന്നെ കമൻസിൽ എഴുതി പറയുക. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് കാണാണ്ട്. ഇപ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്നാണോ അവരുടെ സൈഡിൽ നിന്നാണോ അതെല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾക്ക് കൃത്യമായി ഒരു റീസൺ പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരെക്കുറിച്ച് എന്തോ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോക്ക് ഉണ്ടായി. നിങ്ങൾക്കൊരു ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ദിസ് കുഡ് ബി ദ വൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ ആവാം, അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്പൺ മൈൻഡ് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നുണ്ട്, ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ സൈൻ എന്തായിരിക്കും നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത്, കാർഡ്സിൽ കാണുന്നത് കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്തായാലും ഇവിടെ കാണാണ്ട്. ഈ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സൈന് ഇവിടെ വന്നിരിക്കുകയാണ് ടോറസ്. അപ്പോൾ മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ലിയോ വന്നിട്ടുണ്ട്, വെർഗോ, അക്വേറിയസ്. അപ്പോൾ ഇവിടെ 4 സൈൻസാണ് ഞാൻ എടുത്തിരിക്കണേ. ആൻഡ് അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി വാട്ടർ സയൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും കാർഡോ ഇല്ലച്ചാൽ
ക്യാൻഡിൽസ് ഞാൻ യൂസ് ചെയ്യണത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം, ഇൻഫർമേഷൻ വേണം വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അതിലെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.